നമുക്കറിയാം പാർലമെന്റിൽ പാസ്സാക്കിയ പുതിയ നിയമം അനുസരിച്ച് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ ഗ്യാങ് റേപ്പിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ജീവപര്യന്തമെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. കോടതിയെ ഞാൻ മാനിക്കാതെയല്ല, പക്ഷേ നമ്മളുടെ ഒരു സങ്കടമാണ് പറയണത്. പിന്നെ ഇത്രയും നാള് ഒരു കുട്ടി വഴിയിൽ അപമാനിക്കപ്പെട്ടിട്ട് ഇത്രയും നാൾ ഇതിനു വേണ്ടിയിട്ട് പോരാടിയെങ്കിൽ ആ പോരാട്ടത്തിനുള്ള മറുപടി പോലും ആ കുട്ടിക്ക് കിട്ടിയില്ല. നാടിനൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് അവളുടെ ഈ വിഷമം മുഴുവൻ 8 വർഷങ്ങളായി സഹിക്കുന്ന ഈ ദുഃഖം മുഴുവൻ ഉണ്ടായിട്ടും അതിനൊരു നീതി കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശരി, അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇവിടെ ഇപ്പോൾ ഉമാ തോമസ് MLA പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം ഈ കേസിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇടപെട്ടയാളാണ് മൺമറഞ്ഞ PT തോമസ്. ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഇടപെടൽ ഒരുപക്ഷെ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് അതിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിലൊക്കെ വളരെ നിർണായകമായിരുന്നു. ഇതിൽ ഇപ്പോൾ ഉമാ തോമസിൻ്റെ പ്രതികരണത്തിൽ ഒരു കാതലായ ഭാഗം കേട്ട അത്രയും ഇടം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒരു സ്ത്രീ പരസ്യമായി അപമാനിക്കപ്പെട്ട കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ഒരു കേസിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശ്രമങ്ങൾ നടന്ന ഒരു കേസിൽ ഒരു സാമാന്യമായ രീതിയിൽ പോലും നീതി നടപ്പാക്കപ്പെട്ടില്ല. കാരണം അതിൽ ഏറ്റവും ചെറിയ ശിക്ഷ നൽകാൻ മാത്രമുള്ള ഗ്രാവിറ്റിയെ ഈ സംഭവത്തിനുള്ളോ എന്നൊരു ചോദ്യമാണ് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് കൂടി ഉമാ തോമസ് ചോദിക്കുന്നത്. അത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമല്ലേ? അവരുടെ ഉത്കണ്ഠ പൂർണ്ണമായിട്ടും നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉത്കണ്ഠ തന്നെയാണ് ശ്രീ ഗോപികൃഷ്ണൻ. അപ്പോളജറ്റിക്കായിട്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നതെങ്കിലും വിധി കണ്ടിട്ടില്ല എങ്കിലും ഈ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന് അറിയാമല്ലോ. പൾസർ വാഹനങ്ങളോടുള്ള തീവ്രമായ ഇഷ്ടം മൂലം പൊതുവേ വാഹന മോഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പൾസർ വാഹനങ്ങൾ, ബൈക്ക് മോഷ്ടിക്കപ്പെട്ടു, നിരന്തരമായിട്ട് മോഷണത്തിന് ഇൻവോൾവ് ആയിരുന്നു എന്നതുകൊണ്ടാണ് അയാൾക്ക് ആ പേര് തന്നെ കിട്ടിയത്. 2011 ഇതുപോലെ ഒരു അഭിനേത്രിയെ ആക്രമിച്ചതിൽ അയാൾക്ക് ഓൾറെഡി അയാളുടെ പേരിൽ മറ്റ് കേസ് നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല NDPS കേസുകളിൽ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിരവധി ഇയാൾ പ്രതിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലം, ഒരു തരത്തിലുള്ള ഒഫൻസ്, സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസുകൾ ഇതിനു മുമ്പ് ഇയാളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. കൺവിക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ആൻറ്റിസിഡൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല പലതരത്തിലുള്ള മോഷണം, മയക്കുമരുന്ന്, പിടിച്ചുപറി, അപ്പോൾ ഇത്തരത്തിൽ പല തരത്തിലുള്ള ഒഫൻസ്, നമ്മൾ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ കംപ്ലീറ്റ് ക്രിമിനൽ എന്ന് നമുക്ക് പറയുവാൻ യോഗ്യനായിട്ടുള്ള ഒരുത്തനാണ് ഈ പൾസർ സുനി. അപ്പോൾ അയാൾക്ക് ബാക്കിയുള്ളവർക്ക് ക്രിമിനൽ മുൻകാല പശ്ചാത്തലം ഇല്ല എന്ന് കോടതി പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഇയാളുടെ ഇത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ മിനിമം, സ്റ്റാറ്റ്യൂട്ടറി മിനിമം ആയിരുന്നില്ല അയാൾക്ക് കൊടുക്കേണ്ടിയിരുന്നതെന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. പിന്നെ ഇപ്പോൾ സമൂഹത്തിൻ്റെ എങ്ങനെയാണ് ഈ ഒരു ശിക്ഷ സമൂഹത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും നിയമം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യായാധിപർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ശരിയാണ്, താങ്കൾ വിധിപ്പകർപ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ നിരീക്ഷണങ്ങൾ നടത്തുന്നതിലൊക്കെ താങ്കൾക്ക് ചില പരിമിതികളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇതിൽ പറയുന്ന ഒരു കാര്യം, ഈ ഒന്നാം പ്രതി ഒഴികെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ളവർക്കൊക്കെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കോടതി അംഗീകരിക്കുകയാണ്. മാത്രമല്ല 40 വയസ്സിൽ താഴെയാണ് എല്ലാ പ്രതികളുടെയും പ്രായം, പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലം. എന്നിട്ട് നിർഭയ കേസിനെ കുറിച്ചൊരു പരാമർശം കോടതി നടത്തിയതായി നമ്മൾ അറിയുന്നു. അതിൽ മുകേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹിയിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ മാത്രമല്ല സമൂഹത്തിന്റെ വികാസത്തെയും ബാധിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യകതയും ഒക്കെ ഈ വിധിയിൽ പരാമർശിക്കുന്നു. അങ്ങനെ ഈ മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യമില്ല എന്ന് കോടതി തീരുമാനിക്കുകയാണ്. അപ്പോഴവിടെ ഈ 40 വയസ്സ് എന്നത് ഇതുപോലെ ഒരു കൊടും ക്രൂരകൃത്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു പ്രായപരിധിയാണോ? കുടുംബ പശ്ചാത്തലം എന്നത് ഇതുപോലെ ഒരു സ്ത്രീ നടുറോട്ടിലിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു കൊടും ക്രൂരകൃത്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരു മാനദണ്ഡമാണോ? മൂന്നാമതായി ക്രിമിനൽ പശ്ചാത്തലം 4 പേർക്ക് ഇല്ലായിരിക്കാം, 5 പേർക്ക് ഇല്ലായിരിക്കാം. പക്ഷേ പൾസർ സുനിയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശരിയായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. എന്നിട്ടും
20 വർഷം എന്ന ആ വകുപ്പിലെ ഏറ്റവും ചെറിയ ശിക്ഷ നൽകിയതിലുള്ള വിയോജിപ്പും വിമർശനവുമല്ലേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, താങ്കൾ ചൂണ്ടിക്കാട്ടിയ ഈ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഈ ചെറിയ പ്രായം, അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലം, ഇതൊക്കെ പറയുമ്പോഴും നിർഭയ കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും താങ്കൾ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഒരു സ്ത്രീയെ ഒരു കൂട്ട ബലാത്സംഗത്തിന് നിയമം വിഭാവനം ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും അത്തരത്തിൽ ബലാത്സംഗം ചെയ്യണമെന്നല്ല, കൂടി വട്ടം ചേർന്നിട്ടൊരു അബലയായിട്ടുള്ളൊരു സ്ത്രീയെ ഇത്തരത്തിൽ പുരുഷന്മാർ ഒരു വാഹനത്തിൽ അവരെ ഒറ്റപ്പെടുത്തി അവരുടെ ചുറ്റും നിന്നുകൊണ്ട് ഇത്തരത്തിൽ അക്രമത്തിന് വിധേയമാക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഹീനമായ, നിർഭയ കേസിൽ പ്രകടമായ ഹീനതയും മനുഷ്യത്വരാഹിത്യവും മൃഗീയതയും എത്രയാണോ അതിലൊട്ടും കുറയാത്ത തരത്തിലുള്ള വൈകൃതം തന്നെയാണ്, ക്രിമിനാലിറ്റി തന്നെയാണ് അവിടെ പ്രകടിപ്പിച്ചത്. അപ്പോൾ കേരള സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിയമത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. 2001 പാർലമെൻറ്റ് അറ്റാക്ക് കേസിൽ അഫ്സൽ ഗുരുവിനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് ശിക്ഷിച്ചുകൊണ്ട്, അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത്, ഇങ്ങനെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള പാർലമെൻറ്റ് ഇത്തരത്തിൽ ആക്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ അക്രമത്തിന് നേതൃത്വം നൽകുകയും അല്ലെങ്കിൽ അതിൻ്റെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾക്ക് പരമാവധി ശിക്ഷ കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൻ്റെ സമാഹിത മനസ്സിനെയും ബോധത്തിനെയും അത് ബാധിക്കുമെന്നുള്ളതാണ് കോടതി കണക്കിലെടുത്തത്. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റ് എങ്ങനെയാണോ അറ്റാക്ക് ചെയ്യപ്പെട്ടത്, ഒരു സ്ത്രീ ഇതുപോലെ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ ക്യാപ്റ്റീവായിട്ട് വെച്ചിട്ട് കൊടും ക്രൂരതയ്ക്ക് വിധേയയാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതൊക്കെ വളരെ അഗ്രവേറ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് ഈ കുടുംബ പശ്ചാത്തലമൊന്നും ഈ ഒഫൻസിൻ്റെ നേച്ചർ വെക്കുമ്പോൾ ഏറ്റവും മിനിമം പണിഷ്മെൻറ്റിലേക്ക് പോകുവാൻ കോടതിയെ സാധാരണ രീതിയിൽ, ഈ വിധിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാധാരണ രീതിയിൽ നിർബന്ധിക്കേണ്ടതായിട്ടുള്ളൊരു ഫാക്ടറല്ല. പൾസർ സുനിക്ക് മിനിമം പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നും പൾസർ സുനിയെ വ്യത്യസ്തനാക്കിയ ഫാക്ടേഴ്സ് ഒന്നും തന്നെ കണക്കിലാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയം മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. മാത്രമല്ല അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, വിചാരണ കാലത്തെ തടവ് കൂടി പരിഗണിക്കുമ്പോൾ ഏറ്റവും വിചിത്രമായ കാര്യം, ഈ കുറ്റകൃത്യം നേരിട്ട് നടത്തി, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അയാളാണ് ഈ കേസിൽ ആദ്യം കുറ്റവിമുക്തനായി പുറത്തിറങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒരു വിചിത്രമായ കാര്യം കൂടിയുണ്ട്. അല്ല, അപ്പീൽ പോകാൻ കഴിയും. എത്ര വർഷം കൂടെ അയാൾ ജയിലിൽ കഴിയേണ്ടതായിട്ട് വരും എന്ന് എനിക്കറിയില്ല. എത്ര നാൾ അയാൾ ജയിലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇനി 13 വർഷമാണ് ബാക്കി വരുന്നതെന്നാണ്. 13.1 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 13 വർഷം. അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുവാൻ കഴിയും. പ്രോസിക്യൂഷൻ്റെ അസംതൃപ്തിയും അവരുടെ പ്രതിഷേധവും ഒക്കെ തന്നെ നിയമപരമായ വഴിയിലൂടെ പ്രകടിപ്പിക്കുവാൻ കഴിയും. പിന്നെ നമ്മൾക്കും വ്യക്തികൾ, സമൂഹത്തിൽ ഇൻഡിവിജ്വൽസ് ഈ വിധിയോട് വളരെ അവരുടെ വൈകാരികമായിട്ട് അവർ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വൈകാരികമായിട്ടുള്ള പ്രതികരണത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലോ ആ സമ്മർദ്ദത്തിലോ കോടതി ശിക്ഷയുടെ കാഠിന്യം കൂട്ടേണ്ടതായിട്ടില്ല. കോടതി പരിഗണിക്കേണ്ടത് സമൂഹത്തിനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നു, ഇത്തരത്തിൽ കൊടും ക്രൂരത നടത്തിയ കുറ്റവാളികൾ അവർ ഏറ്റവും കുറഞ്ഞ ശിക്ഷയ്ക്ക് മാത്രമാണോ അർഹർ എന്ന് കോടതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഈ ശിക്ഷാവിധി എങ്ങനെ സമൂഹത്തിൻ്റെ സമാഹിത മനസാക്ഷിയെ അത് ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ളതൊക്കെ കോടതി പരിശോധിച്ച് പരിഗണിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ്. വൈയക്തികമായിട്ടുള്ള പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ കൂട്ടാൻ ഒരു കോടതിയും നിർബന്ധിതമല്ലെങ്കിൽ കൂടിയും ഈ ഫാക്ടേഴ്സൊക്കെ കണക്കിലെടുക്കുമ്പോൾ വിധി വായിക്കാതെ എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റ് മാർഗമില്ലാത്തതുകൊണ്ട് ശിക്ഷ കുറഞ്ഞുപോയി പൾസർ സുനിക്ക് എന്നുള്ളത് നിസ്സംശയം പറയുവാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.